നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ ഏറെ നാളായി കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഒടുവിലെത്തിയിരിക്കുകയാണ്. വിഷു ഈസ്റ്ററും പടിവാതിക്കൽ എത്തി നിൽക്കെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു. വെറും വാക്കുകളല്ല, തുക പലരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിന്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്, എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പണം എത്തുകയെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം. മാർച്ച് 30 രാവിലെ 10:30 പെൻഷൻ വിതരണത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. നിലവിൽ മാർച്ച് മാസത്തെ പെൻഷൻ തുകയായ 2000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. DBT അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഭൂരിഭാഗം ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തും. വിഷു ഈസ്റ്റർ സ്പെഷ്യൽ 4000 രൂപ എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തെ തുക ഇന്ന് ലഭിക്കുമ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷൻ അടുത്ത 2000 രൂപ മിക്കവാറും നാളെയോടെ അക്കൗണ്ടുകളിൽ എത്തും. ഓരോ മാസത്തെയും കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുകൊണ്ടാണ് ഇത് 2 ഘട്ടങ്ങളായി നൽകുന്നത്. ഇനിയും വീട്ടിൽ പെൻഷൻ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? ബാങ്ക് വഴി അല്ലാതെ സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നാളെ മുതലായിരിക്കും തുക ലഭിച്ചു തുടങ്ങുക. ഇവർക്ക് 2 മാസത്തെയും തുകയായ 4000 രൂപ ഒന്നിച്ച് കൈകളിൽ ലഭിക്കുന്നതാണ്. ഏകദേശം 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കായി 2000 കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർക്കും പ്രായമായവർക്കും ഈ തുക വലിയൊരു ആശ്വാസമാണ്. കഴിഞ്ഞ മാർച്ച് 25 മുതൽ തന്നെ തുക വരുമെന്ന പ്രതീക്ഷയിൽ നിരവധി പേർ ബാങ്കുകളിൽ അന്വേഷിച്ച് ചെന്നിരുന്നു. പലരും അയൽക്കൂട്ടങ്ങളിൽ നിന്നും മറ്റും പണം കടം വാങ്ങിയാണ് മരുന്നും മറ്റു വീട്ടു സാധനങ്ങളും വാങ്ങിയിരുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യ മരുന്ന് ലഭിക്കുമെങ്കിലും അത്യാവശ്യം വേണ്ട പല മരുന്നുകൾക്കും പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്ന വയോധികർക്ക് ഈ പെൻഷൻ ഒരു ജീവശ്വാസമാണ്. ചിലർക്ക് ഇത് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലുള്ള താങ്ങാണ് എങ്കിൽ മറ്റു ചിലർക്ക് മക്കൾക്കും കൊച്ചുമക്കൾക്കും വിഷു കൈനീട്ടം നൽകാനുള്ള ചെറിയൊരു സന്തോഷവുമാണ്. എന്തിനുപയോഗിച്ചാലും പാവപ്പെട്ടവന്റെ കീശയിൽ പണം എത്തുന്നത് നാടിന്റെ മൊത്തത്തിലുള്ള സന്തോഷം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മെസ്സേജ് വന്നോ എന്ന് പരിശോധിക്കുക. ബാങ്കിൽ തിരക്ക് കൂട്ടാതെ വൈകുന്നേരം വരെയോ നാളെ വരെയോ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ വീട്ടിലെ അയൽപക്കത്തോ പെൻഷൻ വാങ്ങിക്കുന്ന പ്രായമായവർ ഉണ്ടെങ്കിൽ അവരെ ഈ വിവരം ഒന്ന് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.